ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ കലാശപ്പോര 41 വർഷത്തെ ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേർക്കുനേരെത്തുന്നത്. സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെ 11 റൺസിന് തോൽപ്പിച്ചാണ് പാകിസ്ഥാന്റെ ഫൈനൽ പ്രവേശനം. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച 136 റൺസിന് വിജയലക്ഷ്യം മറികടക്കാൻ ബംഗ്ലാദേശിന് കഴിഞ്ഞില്ല. ഈ മാസം 28-നാണ് ആരാധകർ കാത്തിരിക്കുന്ന ക്രിക്കറ്റ് മാമാങ്കം. രണ്ടാഴ്ചക്കുള്ളിൽ ആവേശകരമായ 3 ഇന്ത്യ പാക് മത്സരത്തിന് വേദിയാവുകയാണ് ദുബൈ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം. ഗ്രൂപ്പിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാന് 2 തവണ ഇന്ത്യ മലർത്തിയടിച്ചെങ്കിലും കലാശപ്പോരിൽ തീപാറും. ഇന്നലെ നടന്ന പാക് ബംഗ്ലാദേശ് സൂപ്പർ ഫോർ മത്സരത്തിൽ ടോസ് നേടിയ ബംഗ്ലാദേശ് പാകിസ്ഥാനെ ബാറ്റിംഗിന് അയച്ചു. ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ സാഹിബ്സാദ ഫർഹാൻ പുറത്തായി. രണ്ടാം ഓവറിൽ സായി മയൂബും റിഷാദ് ഹുസൈന് പിടികൊടുത്തു. 49 റൺസിന് 5 വിക്കറ്റ് നഷ്ടപ്പെട്ട് തകർന്നടിഞ്ഞ പാക് നിരയെ പിന്നീട് കരകയറ്റിയത് വാലറ്റക്കാരാണ്. വിക്കറ്റ് കീപ്പർ മുഹമ്മദ് ഹാരിസും ഷഹീൻ അഫ്രീദിയും മുഹമ്മദ് നവാസും ചേർന്ന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 135 റൺസ് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് ടീമിനെ എത്തിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിനും കാര്യങ്ങൾ ശുഭകരമായിരുന്നില്ല. ആദ്യ ഓവറിൽ ആദ്യ വിക്കറ്റ് കൊഴിഞ്ഞു. 1 വിക്കറ്റ് നഷ്ടത്തിൽ 1 റൺസ്. 25 പന്തിൽ നിന്ന് 30 റൺസ് എടുത്ത ഷമീൻ ഹുസൈൻ മാത്രമാണ് മെച്ചപ്പെട്ട ബാറ്റിംഗ് കാഴ്ചവെച്ചത്. നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് എടുക്കാനേ ബംഗ്ലാദേശിന് കഴിഞ്ഞുള്ളൂ. ബാറ്റിംഗ് മികവിന് പുറമെ 3 വിക്കറ്റ് എടുത്ത ഷഹീൻ അഫ്രീദിയാണ് കളിയിലെ താരം. മീഡിയ 1 ദുബായ്.